നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പണ്ട് ആചാര്യസ്വാമികളുടെ കാലത്ത് ഒരിക്കൽ തന്റെ സഞ്ചാരത്തിനിടയിൽ ഇവിടെ വന്നു ചേർന്ന സ്വാമികൾക്ക് കടുത്ത ജ്വരബാധയുണ്ടായി. സ്വാമികൾ വിശ്രമത്തിലുമായി, കിടപ്പിലായി. അങ്ങനെ ജ്വരം ബാധിച്ച് കിടപ്പിലായ ശങ്കരാചാര്യ സ്വാമികൾക്ക് ഔഷധവും കൊണ്ടൊരു പെൺകുട്ടി വന്നു. അത് ദേവി തന്നെയായിരുന്നു. ദേവി കൊടുത്ത ആ ഔഷധം കുടിച്ച ശങ്കരാചാര്യർ ആ നിമിഷം തന്നെ ജ്വരമുക്തനായി. ആ ഔഷധം ഒരു കഷായമായിരുന്നു. ആചാര്യപാദർക്ക് ദേവി കൊടുത്ത ആ കഷായത്തിന്റെ കൂട്ടുകൾ ചേർത്താണ് ഇവിടെ കഷായ തീർത്ഥമുണ്ടാക്കുന്നത്. അതാണ് ഇതിന് മധുരത്തോടൊപ്പം ഒരു എരിവും ചവർപ്പും കയ്പും ഉള്ളത്. ഇത് തരാനാണോ വിദ്യാമ്മ ഞങ്ങളോട് ഇവിടെ കാത്തിരിക്കാൻ പറഞ്ഞത്? അതെ, ദേവൂട്ടിക്കിപ്പോ ഈ പ്രസാദം ആവശ്യമാണെന്ന് തോന്നി. അരുതാത്തത് എന്തെങ്കിലും ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിനു മേലൊരു പ്രതിരോധം തീർക്കാൻ ഈ കഷായ തീർത്ഥത്തിന് സാധിക്കും. പിന്നെ ഇതൊരു പ്രസാദം മാത്രമല്ല, അതിനപ്പുറം ഒരു ഔഷധത്തിന്റെ ഗുണവുമുണ്ട്. ദുഷ്ടകർമ്മങ്ങൾക്കെതിരെ ഒരു പ്രതിരോധമായും ഇത് പ്രവർത്തിക്കും. എല്ലാം ശുദ്ധീകരിക്കുന്ന ദേവി പ്രസാദം. പൊയ്ക്കോളൂ. പുറത്ത് ദേവൂട്ടിയുടെ അച്ഛൻ കാത്തുനിന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. കുട്ടിയെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ പോകാവൂ കേട്ടോ. ഉറപ്പായും. എന്താ ഇന്ദുമതി? എന്താ ഇന്ദുമതി? എന്താ അവിടെ ഉണ്ടല്ലോ. ഞാനേ എനിക്കെന്തോ തോന്നല്. സ്വപ്നാണോ തോന്നലാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ നിനക്ക് തോന്നിയത്? എനിക്ക് തോന്നിയത് ആ നമ്മുടെ പഠിക്കട്ടില്ലേ, അതിന്റെ അവിടെ പാമ്പ് എഴഞ്ഞു പോകുന്നവര് തോന്നി. അമ്മയും ദേവൂട്ടിയും കിടക്കുന്ന റൂമിലേക്ക് അത് എഴഞ്ഞു കയറി ചെല്ലുന്നു. ഞാൻ അതിന്റെ പിറകില് മുറി കയറി ചെന്നപ്പോ അവിടെ അപ്പൊ പാമ്പ് എന്റെ നേർക്ക് പത്തി ഉയർത്തി നിൽക്കുന്നു. എന്തായാലും പാമ്പ് മുമ്പേ പോയൊന്നും നിശ്ചയില്ല. പക്ഷെ നീ പിറകെ പോയി നോക്കാം. കടകടാന്ന് നീ സ്റ്റേറിയെന്ന് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നു. നടുവിനോ മുതുകിനോ വല്ലതും പറ്റിയൊന്നും ആദ്യം നോക്ക. അതെങ്ങനെയാ? ദൈവവിചാരം വല്ലതും ഉണ്ടോ? അമ്മേ ദേവീന്ന് ജപിച്ച് ശുദ്ധമായ മനസ്സോടെ കിടന്നിറങ്ങിയ ഇങ്ങനത്തെ ദുസ്വപ്നം ഒന്നും കാണില്ല. അല്ലമ്മേ, അവിടെ മുറിയിൽ പാമ്പോ മറ്റോ ഉണ്ടോ? അവിടെ പാമ്പുമില്ല, ചേമ്പുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുതലേ ഇവള് പാമ്പെന്ന് പറഞ്ഞ് നടക്കുക. ഇവിടെ എങ്ങ് ഞാൻ നോക്കിയിട്ട് പാമ്പ് പോയിട്ടൊരു പഴുതാര പോലും ഇല്ല. കേട്ടില്ലേ? സാരില്ല, പോട്ടെ. ഇനി എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. വരൂട്ടെ.
ദേവേട്ടാ, എന്നെ ഒന്ന് പിടിക്ക്, എനിക്ക് വയ്യ. ആവശ്യമില്ലാതെ ഓരോന്നിന് പോയിട്ടല്ലേ, തനിയെ നടന്നാ മതി. വാ.